എന്താ വാങ്ങിച്ചിരുന്നു? മാല എന്താ ഇടാത്തത്? അത് മാല ഇല്ലേ ഇപ്പം? കള്ള പറയരുത്. എന്തുകൊണ്ടെന്നാ അത് വേണേ വിറ്റല്ല. നീ സത്യം ചെയ്യേ എന്താന്നുള്ളത്. അങ്ങനത്തെ സത്യമല്ല, ദൈവത്തിനെ കൊണ്ട് സത്യം ചെയ്യണം. ഇത് അതുണ്ടോ ഇല്ലയോന്ന് എനിക്കറിയേണ്ടത്. അതോ വിറ്റ് മുടിക്കോ അവൻ? അതിന്റെ ശാരീരിക ഇപ്പുറത്തെ സ്ഥലം ഇപ്പോഴും ഉണ്ട്, വേദനയുന്നുണ്ട്. പിന്നെ ഏതൊക്കെ വിറ്റ് പോയത്? അപ്പം അവരെയൊന്നും കാണത്തില്ലേ മുക്കേടെ ഒന്നും? എന്താ മറ്റവൻ ബിജു എന്ന് പറയുന്നത് അവിടോട്ടൊക്കെ വരുമോ? എന്നൊന്നും പറ്റില്ല, എവിടെ വരൂ? പോയോ? എവിടെ കിടക്കുന്ന? എവിടെ? എന്താ പിന്നെ കുഞ്ഞ് വരുന്നേ? ഇനി അത് ജനുവരി കൊറോണ പറയുന്നത് ക്രിസ്മസ് അവധിക്ക് പോയ 2 ദിവസം. നീ നിന്റെ അങ്ങനോട് പറയാ എനിക്ക് സൊസൈറ്റി തരാമെന്ന് പറ കേട്ടോ. നിന്റെ പേരിലോട്ട് എഴുതി തരാൻ പറ. സ്വത്ത് വെച്ചിട്ട് ആവശ്യമൊന്നുമില്ല, നിന്റെ കയ്യിൽ ഇരിക്കേണ്ടത്. അവരെന്തോ ആവശ്യം നിന്റെ കയ്യിൽ? അവന്റെ വലിയ വീട്ടില് എനിക്ക് എന്റെ അച്ഛൻ്റെതാ കിട്ടിയത്. അവന്റെ ആദ്യം നീ എഴുതി വാങ്ങിയത്. ഇത് ഞാൻ ചർച്ച ചെയ്യുമ്പോ കിട്ടും, മനസ്സിലായില്ലോ? വേറെ ആർക്കുമല്ല. നീ മാലയും മുളയും വാങ്ങിച്ചിടാൻ നോക്കിക്കോട്ടെ. അവനെങ്ങനെ കുടിക്കാതെ അവനെന്തോ ആക്കി കൊടുക്കുന്ന എല്ലാം മുറിച്ച് കോയമ്പത്തൂരും അവിടെ ഇവിടെയെല്ലാം മോളതെല്ലാം വിറ്റ് നശിപ്പിച്ചിട്ട് എന്ത് ചെയ്ത്? കോയമ്പത്തൂരിലൊക്കെ മേക്കപ്പാടേലൊക്കെ പിന്നെ എന്റെ സ്വർണ്ണം 66 കൊല്ലക്ക് കയറുണ്ട്. അത് ചോദിച്ചെന്ന് പറഞ്ഞേക്കണം അവനോടെ കേട്ടോ. എന്താ പറയുന്നത്? ഞാനത് പറഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ 66 പാവം വേണമല്ലോ, ഞാനത് വാങ്ങിക്കരുത്. എന്തോ സമ്മതിച്ചു പോയെന്നോ? ഞാൻ സമ്മതിച്ചു പോയില്ലേ? ഇപ്പൊ എല്ലാരും പറയുന്നു എല്ലാം വാങ്ങിക്കാനും. ഞാൻ കാനഡയ്ക്ക് പോകാനുള്ള വിസയൊക്കെ ഇവന്നാ റദ്ദ് ചെയ്താക്കിയതും എല്ലാം ഇവന്മാരെല്ലാം കൂടെ. എന്റെ അപ്പൊ എന്റെ സ്വർണ്ണം ഞാൻ വാങ്ങിക്കാൻ കേസ് കൊടുക്കുന്നുണ്ട്. ഇവനെ അങ്ങനെ ഞാൻ വെറുതെ പറ്റില്ല. എനിക്ക് എന്റെ 66 പാവം വേണം. കുഞ്ഞെന്നാ വരുന്നതെന്നാ എനിക്കറിയണ്ട. എന്നാ വരുന്നേ? അല്ലല്ല, എന്നാ നാളെ തുടങ്ങിയാ പിന്നെ എന്നാ? വെള്ളിയാഴ്ച ഇങ്ങോട്ട് വരരുത്. ഈ മാസം ഡിസംബറിന് മുന്നേ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോകും. എന്താ മോക്ക് എന്തോ ഒരു ദിവസം ലീവ് എടുത്തോണ്ട് പോരാ. എന്നിട്ട് പോയി ശനിയാഴ്ച പോവായാണ്. വ്യാഴാഴ്ച വൈകിട്ട് വന്ന് വെള്ളിയാഴ്ച നിന്നിട്ട് ശനിയാഴ്ച അങ്ങോട്ടാണ്. എന്താ എന്നാ ശരി, എന്താന്ന് വെച്ചാ വാ.
വരാനൊക്കെ ക്ലാസ് ഉണ്ടത് എനിക്കറിയത്തില്ല അവരോട് പോകും എനിക്കറിയാവോ ചോദിക്കരുത് വീട്ടിൽ പോണെങ്കിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടോ ഉടനെ മരിക്കുമോ പിന്നെ എനിക്ക് മരണത്തെ നോക്കിയിരിക്കുകയാണ് ജീവിക്കാൻ 90 ആകുമ്പോഴേക്കാവും 90 ഹലോ എന്റെ കണ്ണാടിമേനെ കൊടുക്കാവേ ഹലോ ഒന്ന് കാണണമെന്ന് വയ്യാതെ പിന്നെ നാളായ മോളെ കണ്ടു ഞങ്ങൾക്ക് നിന്നെ കാണാൻ നന്ദിയുണ്ടല്ലോ പിന്നല്ല മുന്നേ ഞങ്ങളെ വളർത്തിയുള്ള 10 വയസ്സ് ദൂരെ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുള്ളൂ ഞങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ നിനക്കവരെ വരുന്നത് പിന്നെ ഡിസംബറിലുണ്ടോ അവധിയുണ്ടല്ലോ ഇഷ്ടം പോലെ എന്തുവാ ഏതാ വീട് പന്തല്ലൂരാണ് മുമ്പിൽ വീട് ആണോ പന്തല്ലൂരല്ല കുഞ്ഞിന്റെ വീട് കുഞ്ഞിന്റെ വീട് അത് വേറെ അർത്ഥമല്ല പന്തല്ലൂര് എന്ന മുന്നിൽ വരുമ്പോൾ കുഞ്ഞൊരിക്കലും വിചാരിക്കില്ല കേട്ടോ പന്തല്ലൂര് ഏതാ വീട് ഏതാ നിന്റെ വീട് കണ്ടൂരെ ഒന്നും കുഞ്ഞിനെ കിട്ടത്തില്ല പിന്നെ ഞാൻ മനസ്സിൽ എനിക്കും വേണ്ട അത് അവർ അങ്ങനെയൊന്നും കൊടുക്കുന്നതല്ല കണ്ടൂർ എല്ലാ സ്ഥലവും അത് വാങ്ങിക്കണം അല്ല ഞാൻ എന്റെ സ്വർണ്ണം ഞാൻ ഇത് വാങ്ങും അതങ്ങനെ നിൽക്കണ്ട സ്വർണ്ണം വേണമെങ്കിൽ 1 ലക്ഷം രൂപയാ മനസ്സിലായോ എല്ലാം വിറ്റ് നശിപ്പിച്ചില്ല കാറ് എല്ലാം കൊണ്ടുപോയി കൊള്ളാതായപ്പോ ഇന്ത്യ കൊണ്ടിട്ട് പോയി ഓരോ ലക്ഷം രൂപ വീതമാണ് പിന്നെ ഈ ഞാൻ ലോകം പിന്നെ കൊടുത്ത 1 ലക്ഷം രൂപ വീതം വാർത്തത് ഇതിലെത്ര വാർത്തണോ 1 ലക്ഷം രൂപ വാങ്ങിയതിന് അറിയാൻ ഇത്തരം ഫൈനാൻസ് കേസ് അതിൽ ഞാൻ ലോൺ എടുത്തത് കാറ് വാങ്ങിക്കാൻ 2 ലക്ഷം രൂപ കൊടുത്തിട്ട് 35,000 രൂപ ഞാൻ വാങ്ങിച്ച ലോണ് അതിനാൽ ഞാൻ അടുത്ത അവസാനത്തെ മാസം മാത്രം അടയ്ക്കുന്നതിന് മുമ്പേ 1 മാസത്തെ അടയ്ക്കാനുള്ളപ്പോൾ അത് അടച്ചിട്ട് പിന്നെ 1 ലക്ഷം രൂപ വീതം ഇത്തരം ഫൈനാൻസ് കേസ് എടുക്കാൻ തുടങ്ങി എന്താ ഞാൻ വൈകിട്ടുള്ള 1 ലക്ഷം ഇത് ആർക്ക് വേണ്ടി എടുത്തതാണ് കുഞ്ഞിയെ പഠിപ്പിക്കാനാണ് അതല്ല എന്തൊരു പതിനെ ചിലവാക്കുന്നത് ആർക്കും വേണ്ടി ചിലവാക്കിയില്ല എന്റെ അമ്മേനെ തോന്നിയില്ല എന്റെ അമ്മയാണെങ്കിൽ കൊന്നേന്ന് അവിടെ തന്നിരുന്നെങ്കിൽ അന്ന് ഞാൻ വന്ന് കൊണ്ടുവന്നിട്ടായിരുന്നു നിന്റെ അമ്മയെന്ന് കാണിച്ചില്ലായിരുന്നു അതിനാ ഞാൻ ആ വെളുപ്പംകാലത്ത് വന്ന് നിന്റെ അമ്മയെ കൊണ്ടുവന്ന് ഞാൻ ഇവിടുന്ന് 4 പിന്നെ കൊല്ലം ഹോസ്പിറ്റലിൽ കൂടി കായംകുളം ഇറങ്ങി ഓട്ടോയെ ഞാൻ കമ്പനി വന്ന് പിന്നെ അവിടെ നിന്ന് ഞാൻ വിളിക്കുന്നു നിന്റെ അമ്മ അങ്ങനെയാണ് നിന്റെ അമ്മ എന്റെ കൂടെ വന്നത് ഇത് കണ്ടോട്ടൊന്നുമുള്ളതല്ല ഇത് അവളതായത് വീട് പിന്നെ ഞാൻ ചത്തു കഴിഞ്ഞേ കിട്ടത്തുള്ളൂ അവനും ആ തെണ്ടി ചത്തു കഴിഞ്ഞു ആ തെണ്ടി ചത്തു കഴിയുമ്പോഴേ ഇതാക്കത്തുള്ളൂ അല്ലാതെ ഇത് സഹദേവമന്ത്രി കണ്ടവരെന്നുള്ളതല്ല കണ്ട കഴിയാനും മറ്റവനും സമാധാന മന്ത്രത്തിൽ അവനൊന്നും ഇത് വായിച്ച് ഇരിക്കണ്ട എന്റെ വസ്തുവിന് വായിക്കൊന്നും അതിന് ആളുണ്ട് അവകാശമുണ്ട് കണ്ടവർക്കൊന്നും ഉള്ളതല്ല ഈ വീട് കുഞ്ഞിനുള്ളതല്ല വേറെ ആർക്കുമല്ല ആർക്കും കൊടുക്കാനുള്ളതല്ല ഇത് കുഞ്ഞായിട്ട് ഇത് ഇതുവരെ ഉള്ളു ഞങ്ങൾ ആദ്യം തരാനല്ല ഞങ്ങൾക്ക് ആവശ്യം കൊടുക്കാൻ ഞങ്ങൾ തരാൻ അവളിനെ എന്നെ